നമസ്കാരം, ഞാൻ സന്ദീപാണ്. വീണ്ടും ഒരു വാസ്തു വിജ്ഞാനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മളോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ വാസ്തുവിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ നമുക്ക് ബെനിഫിറ്റ് കിട്ടണത്, ഇപ്പോൾ വടക്കിഴക്ക് തുറന്ന് വടക്കിഴക്ക് ക്ലിയർ ആയാലും എന്താ ബെനിഫിറ്റ് കിട്ടണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിനെ ഇങ്ങനെ സൂര്യനും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൂര്യൻ ആദ്യം ഉദിച്ച് വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ്. അവിടെ നിന്ന് ആ കിരണങ്ങളിലാണ് കോസ്മിക് കിരണങ്ങൾ, ബ്രഹ്മമുഹൂർത്തത്തിൽ വരുന്ന കോസ്മിക് കിരണങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മുടെ വീടിനും നമ്മുടെ ശരീരത്തിനും കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ആ ഭാഗത്ത് ഓപ്പൺ ആക്കി വെക്കാൻ പറയണത്. അപ്പോൾ ആദ്യം ഉദിച്ചു വരുന്ന കോസ്മിക് കിരണങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് അത് സൂര്യൻ ഉദിച്ചിങ്ങനെ വരുമായിരിക്കും. സൂര്യൻ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആദ്യം വടക്ക് കിഴക്കി കൂടി ഇങ്ങനെ വന്നിട്ടായിരിക്കും പോണത്. അത് കഴിഞ്ഞിട്ട് ഇതിലേ പോയിട്ട് ഇതിങ്ങനെ പടിഞ്ഞാറ് പോയിട്ട് അസ്തമിക്കും. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള കോസ്മിക് കിരണങ്ങളും അപ്പോൾ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അവിടുത്തെ മരങ്ങളിൽ നിന്ന് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കും. രാത്രിയാകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് മരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നേരം വെളുത്ത് അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടിത്തുടങ്ങുമ്പോൾ ആദ്യം അവർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ അതിനോടൊപ്പം ഓക്സിജനും കൂടെ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ ഭൂമിയിലേക്കും നമ്മൾക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വടക്കിഴക്ക് ഭാഗം ഓപ്പൺ ആക്കി വെക്കാൻ പറയുന്നത്. അപ്പം അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റിട്ട് ആ ഭാഗത്ത് തുറക്കുമ്പോൾ നല്ല സൂര്യപ്രകാശം നല്ല വായുവും കിട്ടിയിട്ട് നമ്മൾ രാവിലെ തന്നെ എനർജറ്റിക് ആവും. അപ്പോൾ ആദ്യം കിട്ടുന്നത് നല്ല വായു, നല്ല കിരണങ്ങളും ആയിരിക്കും, സൂര്യൻ്റെ നല്ല കിരണങ്ങളും ആയിരിക്കും നമുക്ക് കിട്ടണത്. പിന്നീട് കുറേ കഴിഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നമ്മൾ തെക്ക് പടിഞ്ഞാറ് തുറക്കരുതെന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മൂല കന്നിമൂലയിൽ അടച്ചിടണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടേക്ക് ഒരു കോസ്മിക് കിരണങ്ങളോ അല്ലെങ്കിൽ സൂര്യപ്രകാശനമോ ഓക്സിജനോ കിട്ടി വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ആ ഭാഗത്തേക്ക് അങ്ങനെ കോസ്മിക് കിരണങ്ങൾ കിട്ടാറില്ല, ഓക്സിജവായു അധികം കിട്ടില്ല. അതുകൊണ്ടാണ് ആ ഭാഗം കൃത്യമായിട്ട് അടച്ച് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഹൈറ്റിലും ഇതിലും സൂക്ഷിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നന്ദി. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഇതിലുണ്ട്, വിളിച്ചു ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ഇടുക, മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ എൻ്റെ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. കൂടുതൽ ഇങ്ങനെ വിശദീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്നോട് ചോദിക്കുക, എൻ്റെ മെസ്സേജ് അയച്ച് ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിലോ എന്തെങ്കിലും വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുക. ശരി, നമസ്കാരം.